Today's video we are discussing about Lorentz series. So the question is expand the following function in Lorentz series. F of z is given by 1 by z minus z square. Region is 1 less than mod z plus 1 less than 2. So first നമുക്ക് Lorentz series എന്താണെന്ന് അറിയണം. So Lorentz series നമ്മൾ പറയുന്നത് Lorentz series എപ്പോഴും annular region പറയുന്നത്. Annular region means we have a circle centered at A and this region is annular region or annulus. That means A is the singularity. We have a function f of z. F of z is analytic in this region. This annulus region f of z is analytic. But f of z is not analytic at A. That means A is singularity. So Lorentz series expansion എപ്പോഴും നമ്മൾ annular region പറയുന്നത്. അതായത് A എന്ന് പറയുന്നത് സെൻറ്റർ ചെയ്തിട്ട് Aന്റെ ഡിലീറ്റഡ് നെയ്ബർഹുഡിലാണ് എടുക്കുന്നത്. Aന്റെ നെയ്ബർഹുഡിലല്ല, Aന്റെ ഡിലീറ്റഡ് നെയ്ബർഹുഡ്. ദാറ്റ് മീൻസ് Aന്റെ നെയ്ബർഹുഡ് അവിടെ നിന്ന് ഒഴിവാക്കുക. ബാക്കിയുള്ള റീജിയൻ ഈ annular regionിലായിരിക്കും Lorentz series expansion f of z ന് വാലിഡ് ആയിട്ട് ഉണ്ടാവുന്നത്. So f of z has a Lorentz series expansion. f of z is equal to series. ഇവിടെ നമുക്ക് നെഗറ്റീവ് പവേഴ്സ് ഉണ്ടാവും, പോസിറ്റീവ് പവേഴ്സും ഉണ്ടാവും. So n is equal to minus infinity to minus 1. ഇത് നെഗറ്റീവ് പവേഴ്സിന്റെ സീരീസ് an z minus a ആണ് സെൻറ്റർ. സോ z minus a ഓൾ പവർ n പ്ലസ് ഇനി പോസിറ്റീവ് പവേഴ്സ് നെക്സ്റ്റ് സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുക, 0 to infinity an z minus a ഓൾ പവർ n. അപ്പോൾ ഇതൊക്കെ നെഗറ്റീവ് ടേംസ് ആണ്. അതായത് നമ്മളിത് എഴുതി വരുമ്പോൾ ഫസ്റ്റ് n is equal to 0 കൊടുത്താൽ പോസിറ്റീവ് ടേംസിൽ സ്റ്റാർട്ട് ചെയ്താൽ a നോട്ട് പ്ലസ് സെക്കൻഡ് ടേം a1 z minus a plus a2 z minus a whole square plus etc. up to infinite terms ഉണ്ട്. നെഗറ്റീവ് ടേംസ് വരുന്നത് നമുക്ക് -1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ a -1 ദിസ് ഇസ് z minus a all raised to -1, അതായത് 1 by z minus a. നെക്സ്റ്റ് ടേം വരുന്നത് a -2 1 by z minus a whole square പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റ് ടേംസ് ഉണ്ടാവും. സോ ഇതൊക്കെ ഡിനോമിനേറ്ററിലായിരിക്കും z minus a വരുന്നത്, നെഗറ്റീവ് പവർ ആണ് വരുന്നത്. സോ ഇത്രയും ടേംസ് ആണ് ലോറൻസ് സീരീസിൽ. നെഗറ്റീവ് ടേംസും ഉണ്ടാവും, പോസിറ്റീവ് ടേംസും ഉണ്ടാവും. ലോറൻസ് സീരീസ് പറയുന്നത് എബൌട്ട് എ എന്ന് പറയുന്ന പോയിന്റ്, അതിനെ സെൻറ്റർ ചെയ്തിട്ട് വരുന്ന രണ്ട് സർക്കിൾസ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ വരുന്ന ഈ annular റീജിയനിലായിരിക്കും ലോറൻസ് സീരീസ് വാലിഡ് ആയിട്ട് ഉണ്ടാവുന്നത്. അതാണ് മെയിൻ ആയിട്ടും ഡിഫറൻസ് ബിറ്റ്വീൻ ലോറൻസ് സീരീസ് ആൻഡ് ടേലർ സീരീസ്. നമുക്ക് ഈ ഫംഗ്ഷന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്താണെന്ന് നോക്കാം. So f of z is equal to 1 by z minus z square. We can write it as z into 1 minus z. z ഞാനിവിടെ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു, z into 1 minus z. നമുക്കിവിടെ ഈ റീജിയൺ എന്ന് പറയുന്നത്, ഈ റീജിയനെ നമുക്ക് രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാം. ഈ റീജിയനെ നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് 1 ലെസ് ദാൻ മോഡ് z പ്ലസ് 1 എന്ന് പറയുന്നതും ആൻഡ് മോഡ് z പ്ലസ് 1 ലെസ് ദാൻ 2 മീൻസ് മോഡ് z പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള റീജിയൻ ആൻഡ് മോഡ് z പ്ലസ് 1 ലെസ് ദാൻ 2. അതാണ് നമ്മൾ വരയ്ക്കുന്നത്. z is equal to -1 സെൻറ്റർ ചെയ്തിട്ടാണ് ഈ സർക്കിൾ വരുന്നത്. -1 സെൻറ്റർ ചെയ്തിട്ട് ഫസ്റ്റ് 1 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വേണം, 1 റേഡിയസ് ഉള്ള സർക്കിൾ, ദെൻ 2 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കൂടി ഉണ്ട്. മോഡ് z പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 1 മീൻസ് ഈ സർക്കിളിന്റെ ഔട്ട്സൈഡ് പോർഷൻ ആൻഡ് മോഡ് z പ്ലസ് 1 ലെസ് ദാൻ 2 മീൻസ് ഇതിന്റെ ഇൻസൈഡ് പോർഷൻ.
ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അനലസ് റീജിയൻ ആണ് വരുന്നത്. അതാണ് നമ്മളെ റീജിയൻ. ഞാൻ ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ നമുക്കിത് മോഡ് സെഡ് പ്ലസ് 1 ഇതിന് 1 ബൈ മോഡ് സെഡ് പ്ലസ് 1 ഈസ് ലെസ് ദാൻ 1 എന്നും, അതേപോലെ ഇതിനെ നമുക്ക് മോഡ് സെഡ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഈസ് ലെസ് ദാൻ 1 എന്നും, ഇങ്ങനെ രണ്ട് റീജിയൻ ആയിട്ട് കിട്ടും. സോ എപ്പോഴും ഈ റീജിയൻ എന്താണ് തന്നിരിക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നോട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇവിടെ സെഡ് പ്ലസ് 1 എന്ന് പറയുന്നതാണ്. സെഡ് പ്ലസ് 1 എന്ന് പറയുന്ന ടേമും നമ്മൾ ഈ സീരീസിൽ നമുക്ക് കിട്ടണം. ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഇവിടെ വരേണ്ടത് സെഡ് പ്ലസ് 1ന്റെ ടേമിലാണ്. സോ ഇതിനെ നമുക്ക് സെഡ് പ്ലസ് 1 വരുന്ന രീതിയിൽ മാറ്റണം. ഫസ്റ്റ് നമുക്കിത് എ ബൈ സെഡ് പ്ലസ് ബി ബൈ 1 മൈനസ് സെഡ് എന്നുള്ള ഫോമിലേക്ക് ആദ്യം മാറ്റി എഴുതാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എ ബൈ സെഡ് ഇതിങ്ങനെ എഴുതാം 1 ബൈ സെഡ് പ്ലസ് 1 ബൈ 1 മൈനസ് സെഡ് എന്നുള്ളത്. എ ബി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇത് പെട്ടെന്ന് കിട്ടും. 1 ബൈ സെഡ് പ്ലസ് 1 ബൈ 1 മൈനസ് സെഡ്. ദാറ്റ് മീൻസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് സെഡ് പ്ലസ് സെഡ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സെഡ് 1 മൈനസ് സെഡ് ഇൻറ്റു സെഡ് ആണ്. സെഡ് ഇൻറ്റു 1 മൈനസ് സെഡ്, മൈനസ് സെഡ് പ്ലസ് സെഡ് ക്യാൻസൽ ആയി. ദിസ് ഇസ് 1 ബൈ സെഡ് ഇൻറ്റു 1 മൈനസ് സെഡ്. സോ ഇതിനെ നമുക്ക് 1 ബൈ സെഡ് പ്ലസ് 1 ബൈ 1 മൈനസ് സെഡ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ സെഡിന് പകരം സെഡ് പ്ലസ് 1 എന്ന് പറയുന്ന ടേം വേണം. സോ അത് കിട്ടാൻ വേണ്ടി നമ്മൾ സെഡ് പ്ലസ് 1 വേണം. ഇവിടെ സെഡ് മാത്രമേ ഉള്ളൂ, 1 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 മൈനസ് ചെയ്ത് കൊടുക്കണം. ആൻഡ് 1 ബൈ 1 മൈനസ് സെഡ് ആണ്. നമുക്കിതിനെ ഇവിടെ ഒന്ന് മാറ്റി എഴുതി നോക്കാം. 1 മൈനസ് സെഡ് എന്നാണ് ഉള്ളത്. 1 മൈനസ് സെഡിന് പകരം സെഡ് പ്ലസ് 1 വേണം നമുക്ക്. സോ 1 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 മൈനസ് ചെയ്ത് കൊടുക്കാം. സോ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 മൈനസ് ഈ സെഡ് പ്ലസ് 1 കോമൺ ആയിട്ട് അവിടെ വെക്കുക. ഇത് മൈനസ് മൈനസ് 1 എന്ന് പറയുന്നത് പ്ലസ് 1 ആണ്. ദാറ്റ് മീൻസ് 1 പ്ലസ് 1 2 മൈനസ് സെഡ് പ്ലസ് 1 എന്ന് പറയുന്ന ടേമിലേക്ക് ഇത് മാറും. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത്, സോ 1 മൈനസ് സെഡിനെ നമ്മളിപ്പോൾ മാറ്റി 2 മൈനസ് സെഡ് പ്ലസ് 1 എന്നുള്ള ടേമായി. സോ സെഡ് പ്ലസ് 1 രണ്ട് ടേമിലും വന്നു. ഇനി നമുക്ക് ഈ സെഡ് പ്ലസ് 1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ സെഡ് പ്ലസ് 1 ഇവിടെ 1 മൈനസ് 1 ബൈ സെഡ് പ്ലസ് 1 എന്ന് കിട്ടും. സെഡ് പ്ലസ് 1 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. ഇവിടെ സെഡ് പ്ലസ് 1 ഇല്ല, സോ ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് 1 ചെയ്യാം. ഇവിടുന്ന് നമുക്ക് 2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. കാരണം നമുക്ക് ഇവിടെ വേണ്ട റീജിയൻ സെഡ് പ്ലസ് 1 ബൈ 2 എന്ന് പറയുന്ന ടേം നമുക്ക് വേണം. ഒന്നാമത്തെ ഉള്ളത് 1 ബൈ സെഡ് പ്ലസ് 1 ആണ്. അത് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടി, 1 ബൈ സെഡ് പ്ലസ് 1. ഇവിടെ നമുക്ക് സെഡ് പ്ലസ് 1 ബൈ 2 വേണം. സോ 2 ഞാൻ ഔട്ട് സൈഡ് എടുത്തു. 1 മൈനസ് സെഡ് പ്ലസ് 1 ബൈ 2 എന്ന് കിട്ടും. 2 ഇവിടെ ഇല്ല, സോ ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ കിട്ടും നമുക്ക്. ഇനി നമുക്ക് എപ്പോഴും ഈ ഒരു എക്സ്പാൻഷൻ ഓർത്ത് വെക്കാം. That means 1 by 1 minus z is 1 plus z square plus z cube plus etc. This is valid for mod z less than 1. Series expansion of 1 by 1 minus z ആണ്. This is valid for mod z less than 1. Also 1 by 1 plus z is 1 minus plus വരുന്ന ടൈമിൽ ഓൾട്ടർനേറ്റീവ് മൈനസ് പ്ലസ് വരും. 1 മൈനസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് സെഡ് ക്യൂബ് പ്ലസ് സെഡ് റേസ് ടു 4 എക്സെട്ര. ആൻഡ് ദിസ് ഈസ് ഓൾസോ വാലിഡ് ഫോർ മോഡ് സെഡ് ലെസ് ദാൻ 1. സോ മോഡ് സെഡ് ലെസ് ദാൻ 1ലാണ് ഇത് രണ്ടും വാലിഡ് ആയിട്ടുള്ളത്. ഇത് നമുക്ക് എപ്പോഴും സീരീസ് എക്സ്പാൻഷൻ എഴുതുമ്പോൾ യൂസ്ഫുൾ ആണ്. 1 by 1 minus z എക്സ്പാൻഷൻ 1 plus z square plus etc. പ്ലസ് വരുവാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് ഇട്ട് കൊടുക്കാം. ആൻഡ് നോട്ട് ദാറ്റ് ദിസ് ഈസ് വാലിഡ് ഫോർ മോഡ് z ലെസ് ദാൻ 1. സോ അതേ എക്സ്പാൻഷൻ ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുക. ദിസ് ഇസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സെഡിന് പകരം ഇവിടെ 1 ബൈ z പ്ലസ് 1 ആണ്. ഇൻസ്റ്റെഡ് ഓഫ് സെഡ് ഇവിടെ 1 ബൈ z പ്ലസ് 1 ആണ്. ആൻഡ് ഇവിടെ 1 by 1 minus
സെഡിന് പകരം സെഡ് പ്ലസ് 1/2. സെഡിന് പകരം അവിടെ ഉള്ളത് സെഡ് പ്ലസ് 1/2. ആൻഡ് നമുക്ക് ഈ എക്സ്പാൻഷൻ വാലിഡ് ആവുന്നത് മോഡ് സെഡ് ലെസ് ദാൻ 1ലാണ്. ഇത് മോഡ് 1/z plus 1. മോഡ് സെഡ് ലെസ് ദാൻ 1 മീൻസ് മോഡ് 1/z plus 1 ലെസ് ദാൻ 1. ദിസ് ഇസ് അവർ റീജിയൻ. നെക്സ്റ്റ് മോഡ് z plus 1/2 ലെസ് ദാൻ 1. ഓൾസോ ദിസ് ഇസ് വാലിഡ് ആണ്. ഇനി നമുക്ക് ഇതാണ് നമ്മളെ റീജിയൻ വരുന്നത്. ഈ റീജിയനിലാണ് സീരീസ് വാലിഡ് ആയിട്ട് വരുന്നത്. നമുക്ക് ഈ എക്സ്പാൻഷൻ ഇവിടെ കൊടുത്തു നോക്കാം. നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് 1/z plus 1 കോമൺ ആണ്. 1/z plus 1 കോമൺ ആണ്. നെക്സ്റ്റ് 1/1 മൈനസ് z എന്നുള്ളത് ഈ എക്സ്പാൻഷൻ ഇട്ട് കൊടുക്കാം. So that is 1 plus z is 1/z plus 1. Now z square 1/z plus 1 whole square. Now z cube 1/z plus 1 whole cube plus etc. Next term വരുന്നത് 1/2 into z ന് പകരം ഇവിടെ z plus 1/2 ഈ എക്സ്പാൻഷൻ കൊടുക്കാം. Plus 1/2 into 1 plus z is z plus 1/2. Next z plus 1/2 square plus z plus 1/2 cube plus etc. Now this is 1/z plus 1 plus 1/z plus 1 whole square plus 1/z plus 1 whole cube plus etc. Next 1/2 into this is 1 plus z plus 1/2 z plus 1/2 whole square plus etc. So this is the series. Series formula എഴുതി കഴിഞ്ഞാൽ n is equal to 1 to infinity 1/z plus 1 all raised to n. n is equal to 1, this is 1/z plus 1, and 2 1/z plus 1 all square plus etc. Next this is 1/2 series n is equal to this is 0 to infinity z plus 1/2 whole power n. നമ്മൾ n 0 കൊടുക്കുന്ന സമയത്ത് z plus 1/2 whole power 0. Power 0 എന്നാൽ that is 1. First term is 1. Second term 1 കൊടുത്തു കഴിഞ്ഞാൽ z plus 1/2 and 2 കൊടുക്കുമ്പോൾ z plus 1/2 whole square. So this is the series. Or we can write as this is 1 to infinity. This is ഡിനോമിനേറ്ററിലാണ് z plus 1 all raised to n. നമുക്കിതിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയാൽ z plus 1 all raised to minus n എന്ന് വരും. That means ഇതിന് നമുക്ക് n is equal to 1 to infinity എന്നുള്ളത് minus infinity to minus 1 എന്ന് എഴുതാം. നെഗറ്റീവ് തിരിച്ച് നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. z plus 1 all power n. 1/z plus 1 എന്നുള്ളത് z plus 1 എടുത്താൽ മതി. സോ ഡിനോമിനേറ്ററിലുള്ളത് മേലേക്ക് വരും. So this is z plus 1 all raised to minus 1. അതായത് 1/z plus 1 plus next term minus 2 കൊടുത്താൽ 1/z plus 1 whole square. ഇത് രണ്ടും സെയിം ആണ്. എങ്ങനെ വേണമെങ്കിലും എഴുതാം. 1/2 this is n is equal to 0 to infinity z plus 1/2 whole power n. And this is valid for 1 less than mod z plus 1 less than 2. So this is the Lorentz series expansion of f of z. f of z is 1/z into 1 minus z. So Lorentz series എഴുതുന്ന ടൈമിൽ always region നോട്ട് ചെയ്യാം. Region is mod z plus 1 less than 2 and mod z plus 1 greater than 1. So
Instead of Z, we want Z plus 1 in the series. So, Z-നെ Z plus 1 ആക്കാൻ നമുക്ക് Z-ന് പകരം Z plus 1ഉം minus 1 കൊടുത്താൽ Z plus 1 എന്ന് പറയുന്ന ടേം വന്നു. Z plus 2 ആണ് വേണമെങ്കിൽ Z-ന് Z plus 2 minus 2 എന്നുള്ള ടേമിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ റീജിയൺ ഏതാണ് എന്ന് നോട്ട് ചെയ്യാം. അതിനുശേഷം സീരീസ് എഴുതി തുടങ്ങാം. ആൻഡ് റീജിയണിനനുസരിച്ച് കോമൺ ആയിട്ട് ടേംസും പുറത്തെടുത്തിട്ട് ചെയ്യാം. സോ അങ്ങനെയാണ് ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് ഫോർ എ പെർട്ടിക്കുലർ റീജിയൺ.